Hi everyone, welcome back to Kavitha Sugar and Spice. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കപ്പ മത്തി പുഴുക്കാണ്. ഇതൊരു മലബാർ ഡിഷാണ്. ഞങ്ങളുടെ ഇവിടെ കോഴിക്കോട് മലബാർ സൈഡിലൊക്കെ കപ്പയ്ക്ക് പൂളക്കിഴങ്ങ് എന്നാണ് പറയുക. ചില സ്ഥലത്ത് മരച്ചീനി കൊള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയും. പക്ഷെ കേരളത്തിലെ എല്ലാവർക്കും ഈ കപ്പ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന കാരണം അങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അപ്പം ഇത് എൻ്റെ അച്ഛമ്മയുടെ റെസിപ്പിയാണ്. അച്ഛമ്മ മരിച്ചു പോയി. അപ്പം ഞാൻ ഈ വീഡിയോ എൻ്റെ അച്ഛമ്മയ്ക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കോൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് അപ്പോൾ കാണാനുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ കപ്പ മത്തി പുഴുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. ആദ്യം നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഒരു ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കണം. വെള്ളം ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു 2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത് ഇട്ടിട്ട് നമ്മുടെ കപ്പ ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഞാനിവിടെ ഫ്രോസൺ കപ്പയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇത്ര വലിയ വലിയ കഷ്ണങ്ങൾ. നിങ്ങൾക്ക് സ്വതയുള്ള കപ്പ ഉപയോഗിക്കുമ്പോൾ അത് കുറച്ചും കൂടി ഇങ്ങനെ ചെത്തിയിട്ട് ഇടാം. ഇതിപ്പോൾ 1 കിലോ ആണ് ഉള്ളത്. എന്തായാലും ഇത് മാഷ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പിന്നെ വലുപ്പം കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ചെറിയ പീസസ് ആണെങ്കിൽ ഒന്നും കൂടി എളുപ്പമായിരിക്കും അതിനെ മാഷ് ചെയ്യാനായിട്ട്. ഇതിനി നന്നായിട്ടൊന്ന് തിളയ്ക്കണം. അപ്പം നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒന്ന് കുത്തി നോക്കിയതേ അത് നന്നായി വെന്തിട്ടുണ്ട്. നന്നായി എന്ന് പറഞ്ഞാൽ ഒരു 1/4 വേവ്. ഇനി ഞാൻ ഈ വെള്ളം ഊറ്റിയെടുത്തിട്ട് വരാം. നമ്മൾ അതേ പാത്രം തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു കുറച്ച് വെള്ളം ഒഴിച്ചു, ഒരു 1/2 കപ്പ്. എന്നിട്ട് ഇതിലേക്ക് ഒരു പേരിന് മതി ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മുടെ ഊറ്റി വെച്ചിരിക്കുന്ന കപ്പ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിനെ നമുക്ക് ആദ്യം ഒന്നിങ്ങനെ ഉടച്ചു കൊടുക്കാം. കാരണം നമ്മൾ മത്സ്യം ഇട്ടതിന് ശേഷം ഇതിനെ ഉടയ്ക്കും. അപ്പോൾ മത്സ്യം എന്താ പറയുക, തീരെ കടിക്കാൻ കഷ്ണമില്ലാണ്ടായി പോവും. അപ്പോൾ ആദ്യമേ തന്നെ ഇതിനെ ഒന്ന് ചെറുതായി ഉടച്ചു കൊടുത്താൽ പിന്നീട് അത്രേ ഉടയ്ക്കേണ്ട ഒരു ആവശ്യം വരുള്ളൂ. നമ്മളെപ്പോഴും എന്താ പറയുക, മീൻ അല്ലെങ്കിൽ ഇറച്ചിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പണ്ടുള്ള ആൾക്കാർ എപ്പോഴും കപ്പ കഴിച്ചുകൊണ്ടിരുന്നത്. തീ കുറച്ച് വയ്ക്കാം, അത്രയല്ലേ വെള്ളമുള്ളൂ, വറ്റിപ്പോവും. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നത്, മീൻ ഇതിൽ നമ്മൾ ഇടുന്നത് എന്തെന്ന് വെച്ചാൽ ഈ കപ്പയുടെ അകത്ത് കുറച്ച് എന്തൊക്കെയോ വിഷാംശങ്ങൾ, സൈനൈഡിൻ്റെ അംശം വളരെ കുറച്ച് അംശം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ഒരു കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഈ മത്സ്യവും ചിക്കനൊക്കെ ഇടുമ്പം അതിലുള്ള നൈട്രേറ്റ് കാരണം അതൊന്ന് ബാലൻസ്ഡ് ആവും. അപ്പം അതിനാണ് നമ്മൾ അങ്ങനെ പണ്ടുള്ള ആൾക്കാർ അത് ചെയ്തത്. ഇപ്പം നമ്മൾ വിവരമില്ലാണ്ട് എന്താ പറയുക, വെറുതെ കപ്പ കഴിക്കുക, വെറുതെ കപ്പയും ചമ്മന്തിയും മാത്രം കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശരിക്ക് ആരോഗ്യത്തിന് മോശമാണ്. അപ്പം ഞാനത് ഇവിടെ ഒരു 500 ഗ്രാം മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഈ സൈസാണ്, 10 എണ്ണം ഉണ്ട്. ഇതിനെ ഞാൻ മഞ്ഞൾ, മുളക്, ഉപ്പ് ഇത്രയും തേച്ച് വെച്ചതാണ്. ഇതിൻ്റെ മുകളിലായിട്ട് വെറുതെ ഇങ്ങനെ കിടത്താൻ പോവാണ്. സ്പൂൺ എടുത്ത് മാറ്റാം. ഇതിനെ ഇങ്ങനെ കിടത്തി വെക്കുക. ഇനിയിപ്പോൾ വെജിറ്റേറിയൻസ് ആണെങ്കിൽ മത്സ്യത്തിന് പകരം വല്ല പയറുവർഗ്ഗങ്ങൾ ഇതിൻ്റെ ഒപ്പം കഴിച്ചാൽ മതി. ഇതിനി ആവിയിൽ കിടന്നിട്ട് ഈ മത്തി വെന്തോളും. ചിലർ മത്തി സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചിട്ടാണ് ഇത്. പക്ഷേ അച്ഛമ്മ ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പം ഇതിനെ ഇങ്ങനെ കിടത്തി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലാക്കി നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പം കപ്പ ബാക്കിയുള്ളത് വേവും ചെയ്യും, അതിനൊപ്പം മത്തിയും വെന്ത് കിട്ടും. അപ്പം നമ്മുടെ കപ്പ വെന്തിട്ടുണ്ടാവും, അതിൻ്റെ ഒപ്പം തന്നെ മത്സ്യവും. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഈ മത്സ്യത്തിനെ നമുക്കിതേ ശരിക്കും പറഞ്ഞാൽ ഈ വാലിൻ്റെ ഇവിടെ ഇങ്ങനെ പിടിക്കുക.
ഒന്നിങ്ങനെ കുടഞ്ഞു കൊടുത്താൽ മതി. കുടയുമ്പോൾ തന്നെ ക്ലീനായിട്ട് ഇങ്ങനെ വരും. വലിയ മുള്ളൊക്കെ അതിനകത്തേക്ക് വീണ് പോയി എന്നുണ്ടെങ്കിൽ കൈകൊണ്ടോ ടോങ് കൊണ്ടോ മറ്റോ ഒന്ന് എടുത്തിട്ട് അത് മാറ്റിക്കോളൂ കേട്ടോ. ഇങ്ങനെ എല്ലാ മത്തിയും നമുക്ക് അതിൻ്റെ ഇറച്ചി ഇതുപോലെ ഇങ്ങനെ കുടഞ്ഞ് എടുക്കണം. നമ്മുടെ മത്തിയൊക്കെ ഞാൻ മുള്ള് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കണം. ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കൈകൊണ്ട് എടുത്തിട്ട് മുള്ള് കളയാം. ഇത് കപ്പയുടെ ആരും വേരൊക്കെ ഇതുപോലെ കിട്ടുകയാണെങ്കിൽ എടുത്ത് മാറ്റിക്കോളൂ. നമ്മൾ എങ്ങനെയൊക്കെ കളഞ്ഞാലും മത്തിയായ കാരണം കുറച്ച് മുള്ള അതിൽ ബാക്കിയുണ്ടാവും. ഇതിനെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പം നന്നായിട്ട് ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. അടുപ്പ് നമ്മൾ ഓഫ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അരപ്പ് റെഡിയാക്കാം. അരപ്പിനായിട്ട് നമുക്ക് ഒരു 1.5 കപ്പ് തേങ്ങയാണ്, പിന്നെ ചെറിയ ഉള്ളി ഒരു 2 എണ്ണം നടുവേ കീറിയിട്ടിടാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, പിന്നെ ജീരകം അത് 2 ടീസ്പൂൺ. ഇത്രയും ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കുക. ഒന്ന് ചതച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ ഒരു കണ്ടീഷനിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമുക്കത് അതിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഈ അരപ്പും ഇതൊന്നും ഇനി തിളയ്ക്കണം. അപ്പം അതിനായിട്ട് ഇവിടെ ഒട്ടും വെള്ളമില്ല. ഞാൻ ഈ മിക്സി തന്നെ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓൾറെഡി ഇതിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ അരപ്പ് ഇതിൽ ചേർന്നതിന് ശേഷം നമുക്കിതിലൊരിത്തിരി തള വരാനുണ്ട്. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ആവശ്യമുണ്ട്. നോക്കി ഒഴിക്കണം. വല്ലാതെ കൂടിപ്പോയാൽ പിന്നെ അത് വറ്റിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പം ആ ഒരു കുഴമ്പ് പരുവം അങ്ങനെയാണ് വേണ്ടത്. ഇതിലെപ്പോഴും വേരുകളുണ്ട്. അത് ഇതുപോലെ എടുത്ത് കളയാം. ഇനി ഇതിൽ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട നമുക്ക്. ഇപ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതിൽ ഒരു മീഡിയത്തിനേക്കാളും കുറവുള്ളൊരു ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഈ സമയത്ത് ഉപ്പുണ്ടോ നോക്കി ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ചും കൂടി ഉപ്പിടുന്നുണ്ട്. പിന്നെ നമുക്കിത് അടച്ചു വെച്ച് ആ മീഡിയം ഫ്ലെയിമിൽ ഒരു ചെറിയൊരു തള വരുന്നവരെ കുക്ക് ചെയ്യാം. പെട്ടെന്ന് വരും, അത് തെറിക്കാൻ തുടങ്ങും. അപ്പോൾ അത് കാരണം നമുക്കിത് എത്രയും പെട്ടെന്ന് മൂടി വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ വെച്ചാൽ മതി. ചെറിയ തളകളുടെ ശബ്ദമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് അടി പിടിക്കുക, അധികം വെള്ളമില്ലാത്ത കാരണം. അപ്പം മിക്സ് ചെയ്യാം. കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്തിടാം. നിങ്ങൾ കൽച്ചട്ടിയിലോ അല്ലെങ്കിൽ മീൻ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. കാരണം അത് അതിലിരുന്നിട്ട് വല്ലാതെ ഉള്ള വെള്ളമൊക്കെ വറ്റിപ്പോവും. നമുക്കിനി ഇത് വറുത്തിടാം. വറവാണ് ഇതിൻ്റെ ശരിയായ ടേസ്റ്റ്. നെക്സ്റ്റ് അത് ചെയ്യാം. ഇനി നമ്മുടെ പുഴുക്കിൻ്റെ കാര്യത്തിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് തന്നെ പറയാം. അതായത് നമ്മുടെ ഈ വറുത്തിടൽ, അത് വളരെ പ്രധാനമാണ്. ചിലരൊന്നും പുഴുക്കിൽ വറുത്തിടില്ല, പക്ഷേ ഈ വറുത്തിടുന്നതിലാണ് അതിൻ്റെ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ എടുക്കണം, അപ്പോഴതിന് നല്ലൊരു രുചി ഉണ്ടാവുള്ളൂ. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3 മുഴുവൻ മുളക് ഇടാം. പിന്നെ ഒരു 2-3 തണ്ട് കറിവേപ്പില, പിന്നെ ഒരു 10 ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞത്. ഉള്ളിയുടെ എണ്ണം കുറച്ച് കൂട്ടിയാലും കുഴപ്പമില്ല. പിന്നെ വെളിച്ചെണ്ണ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം ഇട്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ല കറക്റ്റായിട്ടുണ്ട്, നല്ല ലൈറ്റ് ബ്രൗൺ ആയിട്ട്. നമുക്കത് നമ്മുടെ പുഴുക്കിലേക്ക് ഇടാം. ഈ ഉള്ളിയും കടുകും
അതിൻ്റെ ഫ്ലേവർ ഇതിൽ കയറുന്നതോടെയാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് കേട്ടോ. മിക്സ് ചെയ്യുമ്പം നമ്മുടെ മത്തി കഷ്ണങ്ങൾ മുഴുവൻ ഉടഞ്ഞു പോകരുത്. അപ്പോൾ അതുകൊണ്ട് ഒന്നിങ്ങനെ ശ്രദ്ധിച്ചിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ മറിച്ചിടുന്ന പോലെ ചെയ്താൽ മതി. ഒരുവിധമൊക്കെ ഉടഞ്ഞു മത്തി എത്രയായാലും, പക്ഷേ നമുക്ക് മുഴുവൻ അങ്ങനെ ഉടച്ച് ഫുൾ പേസ്റ്റ് ആക്കണ്ട, ഒരു സ്വാദുണ്ടാവില്ല. ഇപ്പം നമ്മുടെ പുഴുക്ക് ഇവിടെ റെഡി. അങ്ങനെ നോർത്ത് മലബാർ സ്പെഷ്യൽ കപ്പ മത്തി പുഴുക്ക് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ.